ഇപ്പം നമ്മൾ വോട്ടൊക്കെ ചെയ്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മളിന്ന് ചെറിയൊരു പ്ലാനുണ്ട്. നമുക്ക് വാഴ 2 ഫിലിം ഭയങ്കര റിവ്യൂ ആണ്. ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലൊക്കെ ഈ വാഴ 2ൻ്റെ റിവ്യൂ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇനിയും ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിലിം കാണുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇന്ന് പോയിട്ട് കാണാം. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല, ഇലക്ഷനാണ്, വോട്ട് കഴിഞ്ഞു, രാവിലെ തന്നെ വോട്ടൊക്കെ ചെയ്ത്. അപ്പോൾ വാഴ 2 കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് നെസ്റ്റോയിൽ K-മാളിൽ മാജിക് ഫ്രെയിംസിലാണ്. അപ്പോൾ വൈകുന്നേരം 4:30 ഷോ ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനും മക്കളും അവളും ഒരു മോനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആൾക്കാരാണ് പോകുന്നത്. എന്തായാലും ഇന്ന് തന്നെ കാണണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. കാരണം നമ്മൾ ഫോണിൽ ഈ റിവ്യൂസ് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു തീമൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ആ പടം കാണുമ്പോഴേക്കും അതിൻ്റെ ത്രില്ല് അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ഒന്നും നോക്കിയില്ല ഗൈസ്, നമ്മൾ ഇന്ന് വാഴ 2 കാണാൻ വേണ്ടി പോവുകയാണ്. ബാക്കി നമുക്ക് റിവ്യൂ ഒക്കെ ഫിലിം കണ്ടതിന് ശേഷം പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെസ്റ്റോ മാളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ നെസ്റ്റോ ഈസി സൂപ്പർ മാർക്കറ്റിൽ കയറി വെറുതെ അതിലൊന്ന് നടക്കാൻ വേണ്ടി മാത്രം അതിൽ കയറിയതാണ്. ബാക്ക് ടു സ്കൂളിൻ്റെ ഐറ്റംസൊക്കെ ഇപ്പോഴേ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവരതിലേക്കൂടെ ഒക്കെ ഓടി നടന്നു. ഞങ്ങൾ മേലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കോർട്ടിൽ കൊച്ചു കടകളുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാം. ബില്ല് നമ്മൾ തന്നെ പേ ചെയ്യണം കേട്ടോ, ഫ്രീ ഒന്നുമല്ല. അങ്ങനെ അവിടെ നമ്മൾ മന്തിയാണ് കഴിച്ചത്. മന്തിയൊക്കെ കഴിച്ച് 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവളാണ് എൻ്റെ ഫ്രണ്ട് ആര്യ. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റിംഗ് ആണ്. 4:30ക്കാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ടൈറ്റിൽ വന്നു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പടം കഴിഞ്ഞു. നല്ലൊരു അടിപൊളി മൂവിയാണ്. കുറേ കാലത്തിന് ശേഷം ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. 2 മണിക്കൂർ തികച്ചു പോലും, അതായത് തിയേറ്ററിൽ കയറി അപ്പം തന്നെ ഉറങ്ങുന്ന ആളാണ് ദച്ചു. പക്ഷേ അവൾ പോലും ഒരു സീന് പോലും വിടാണ്ടിരുന്ന് കണ്ടു. എല്ലാതരം ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സിനിമയാണ്. ഫാമിലി ആയിട്ട് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമ. ചിരിക്കാനും കരയാനും ഒക്കെ അതിലുണ്ട്. അപ്പോൾ എല്ലാവരും വരിക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും പോയി സിനിമ കാണുക. നല്ലൊരു സിനിമയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.